എരുമേലി എയർപോർട്ടിനായി സർക്കാർ വിഭാവനം ചെയ്ത ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് 2203 ഏക്കറാണ്. പുരാതന രേഖകളിൽ ചെറുവള്ളിക്കാവ് ചേനപ്പാടി ദേവസ്വങ്ങളുടെ ഭൂമി എന്നാണ് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ സെറ്റിൽമെന്റ് രജിസ്റ്ററിലും ഈ ദേവസ്വം ഭൂമിയെ ശ്രീ പണ്ടാരവക എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖകൾ കയ്യിലുണ്ടായിട്ടും ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ല. രേഖകൾ ജനം TV പുറത്തുവിടുകയാണ്. ജനം ബിഗ് ബ്രേക്കിംഗ്. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ചില ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം എരുമേലി എയർപോർട്ടിനായി സർക്കാർ വിഭാവനം ചെയ്ത ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമിയാണ് എന്ന് കണ്ടെത്തുന്ന ചില രേഖകളാണ് ഉള്ളത്. പക്ഷെ അത് രേഖകൾ കയ്യിലുണ്ടായിട്ടും തിരിച്ചു പിടിക്കുന്നില്ല എന്നൊരു അനാസ്ഥ കൂടി അവിടെ വരുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഇതുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തുവിട്ടത് നിലവിൽ വലിയ രീതിയിലുള്ള ഭൂമിക്കൊള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ്. നമ്മൾ ഈ നിൽക്കുന്ന ഇത് ചെറുവള്ളി എസ്റ്റേറ്റ് ആണ്. സർക്കാർ എയർപോർട്ടിനായി വിഭാവനം ചെയ്ത ഈ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, അതായത് പുരാതന രേഖകൾ പ്രകാരം ഏറ്റവും ഒടുവിലത്തെ റവന്യൂ സെറ്റിൽമെന്റ് പ്രകാരം ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്നത് ദേവസ്വം ഭൂമിയാണെന്ന് ആധികാരികമായി തെളിയിക്കുന്ന സർക്കാർ രേഖകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് 2203 ഏക്കർ ഭൂമി അത് ദേവസ്വം ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഈ ഒരു ഭൂമി സർക്കാരിൻ്റെ ഭാഗത്തേക്ക് നീക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വശത്ത് അയന ട്രസ്റ്റ് ഈ ഒരു ഭൂമിക്ക് വേണ്ടി വലിയ കടുംപിടുത്തം നടക്കുകയാണ്. പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ ഈ കോടികൾക്കപ്പുറത്തേക്ക് ഈ ഒരു ഭൂമിയുടെയും അതോടൊപ്പം തന്നെ 2203 ഏക്കറിൻ്റെ മൂല്യം നമുക്ക് കണക്കാക്കുന്നതിനും അപ്പുറമാണ് ഈ ഒരു ഭൂമിയാണ് നിലവിൽ ദേവസ്വം ബോർഡ് അന്യാധീനപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. കൃത്യമായ രേഖകൾ കയ്യിലുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഇത് തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചില ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ ഒരു വിഷയത്തിൽ നിലപാടുകളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നില്ല. അതായത് ചെറിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി വരുമ്പോൾ തന്നെ ഇതിന് പിന്നിലുള്ള ഗൂഢമായ ശക്തികൾ ഇത് തകർക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, പ്രയാർ ഗോപാലകൃഷ്ണന്റെ സമയത്താണ് ഈ ദേവസ്വം ഭൂമി ഒരു ശ്രമങ്ങളൊക്കെ തന്നെയും നടത്തിയിരുന്നത്. പക്ഷേ ആ സമയത്ത് പോലും വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും തമ്മിലുള്ള കലഹങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഈ ദേവസ്വം ഭൂമികൾ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു വാർത്തകൾ സർക്കാർ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു ദേവസ്വം രേഖ കൂടിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. കാരണം ചെകരെയും ഏത് വിധേയനെയും ശബരിമലയ്ക്ക് വേണ്ടി ഒരു എയർപോർട്ട് നിർമ്മിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ദേവസ്വം ബോർഡ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ഭൂമിയെക്കുറിച്ചുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ദേവസ്വം ഭൂമിയിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത്, വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ ഒരു വിഷയം. പൊതുപ്രവർത്തകനായ VC അജികുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അതായത് ഒരു വലിയ കൊള്ള കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയൊരു കൊള്ള തന്നെയല്ല ഈ ദേവസ്വം ഭൂമിയിൽ നടക്കുന്നത്. കൃത്യമായ റവന്യൂ സെറ്റിൽമെൻറ്റ് രേഖയടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല? തീർച്ചയായിട്ടും ഇതിൽ ഈ ദേവസ്വം ഭൂമി, പ്രത്യേകിച്ച് എരുമേലിയോട് ചേർന്ന് ചെറുവള്ളി എസ്റ്റേറ്റ്, ഈ എസ്റ്റേറ്റിൻ്റെ പേര് തന്നെ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന ഈ പേര് വരാൻ തന്നെ കാരണം ചെറുവള്ളിക്കാവ് ദേവസ്വം വക ഭൂമി ആയതുകൊണ്ടാണ്. അതിപുരാതനമായ ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് ചെറുവള്ളിക്കാവ് ഭഗവതി വകയാണ്. നമുക്കറിയാം, അതിപുരാതന കാലത്ത് ജഡ്ജിയമ്മാവനടക്കമുള്ള മൂർത്തികളുമൊക്കെ പരിപാലിക്കുന്ന ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരിപാലനത്തിലുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വകയാണ് ഈ ഭൂമി എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. ആ രേഖകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഹാരിസൺ മലയാളം വിറ്റതും കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ ഭൂമി സംബന്ധിച്ച് പ്രത്യേക ഉത്തരവുകൾ ഇറക്കി കോടതിയുടെ നിർദ്ദേശത്താൽ അന്ന് എറണാകുളം കളക്ടറായിരുന്ന രാജമാണിക്യം കമ്മീഷനെ നിയമിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 2-3 തവണ ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ
സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള രാജമാണിക്യം IAS കളക്ടർ ഈ ഭൂമി വിസിറ്റ് ചെയ്യുകയും ഇതിൻ്റെ ആദിപുരാതനമായിട്ടുള്ള മുൻകാല രേഖകൾ മുഴുവൻ അദ്ദേഹം കളക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ പ്രത്യേക അന്വേഷണ സമിതി, ആ ഒരു രാജമാണിക്യ സമിതി, ആ ടീം കണ്ടെത്തി ഇത് ദേവസ്വം ഉടമസ്ഥത എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സർക്കാർ ഉടമസ്ഥത എന്ന് പറയുമ്പോൾ തന്നെ അതിന് ദേവസ്വം എന്നതായിരുന്നു അതിന് പ്രത്യേകം മാർക്ക് ചെയ്തിരുന്ന രേഖകളിൽ മാർക്ക് ചെയ്തിരുന്നത്. കാരണം സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ നമുക്കറിയാം, ഇത് ഈ എരുമേലി ഉൾപ്പെടുന്ന ഈ ഭൂഭാഗം എന്ന് പറയുന്നത് പുരാതന കാലത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് ചങ്ങനാശ്ശേരി താലൂക്കും കാഞ്ഞിരപ്പള്ളി പകുതിയാണ്. ആ പുരാതന റവന്യൂ റെക്കോർഡുകളിൽ 18-ാം നമ്പർ റെക്കോർഡിൽ വളരെ കൃത്യമായിട്ട് ഇത് സർക്കാർ രേഖ 357 1A മുതൽ J വരെയുള്ള സർവേ നമ്പറുകളിൽ 357 1J 2203 ഏക്കർ 4 സെൻറ്റ് അത് സർക്കാർ ശ്രീപണ്ഡാരകാര്യം ചെയ്യുവാറുകൾ, അതായത് അന്നത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ കേന്ദ്ര ദേവസ്വമായിട്ട് തിരുവിതാംകൂറിലെ കേന്ദ്ര ദേവസ്വമായിട്ടുള്ള ശ്രീപണ്ഡാര വകയിലേക്ക്, പണ്ടാര വക എന്ന് പറയുന്നത് സർക്കാർ ഖജനാവാണ്. ശ്രീപണ്ഡാര വക കാര്യം ചെയ്യുവാറുകൾ എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കേന്ദ്ര ദേവസ്വത്തിൻ്റെ പേരിൽ മാർക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് തന്നെ കിടക്കുകയാണ്. അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ അന്ന് രാജമാണിക്യം കമ്മീഷൻ അന്നത്തെ കൈവശക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ബിഷപ്പ് KP യോഹന്നാൻ അവറുകളോട് ഈ ഭൂമി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉടമസ്ഥതയുണ്ടെങ്കിൽ അതിൽ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു. അങ്ങനെ രാജമാണിക്യം കമ്മീഷൻ്റെ മുമ്പാകെ അവർ ഹാജരാക്കിയ അടിയാധാരങ്ങൾ, അതിൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത് 1947 ഓഗസ്റ്റ് മാസം പറവൂർ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത 2 ആധാരങ്ങൾ. ആ ആധാരങ്ങളാണ് ഇത് ഉടമസ്ഥത തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് രാജമാണിക്യം കമ്മീഷന് മുന്നിൽ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് അത് കൈവശക്കാരനുള്ള KP യോഹന്നാൻ്റെ നേതൃത്വത്തിൽ ഹാജരാക്കുന്നത്. ആ രേഖകളിൽ വളരെ കൃത്യമായിട്ട് ചെറുവള്ളിക്കാവ് ഭഗവതി ദേവസ്വം വകയെന്നും ചേനപ്പാടി ദേവസ്വം വകയെന്നും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലടക്കം പല സത്യവാങ്മൂലങ്ങളിലും ഇതിൻ്റെ പൊസഷൻ കടന്നു വന്ന വഴിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഈ തോട്ടം കൈവശക്കാർ അവർ ഇത് ചെറുവള്ളിക്കാവ് ഭഗവതി ദേവസ്വവും ചേനപ്പാടി ഭഗവതി ദേവസ്വത്തിൽ നിന്ന് വന്നതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പൊസഷൻ പറയുന്നുണ്ട്. അത് തന്നെയാണ്, ഇത്തരത്തിൽ രേഖകൾ കൃത്യമായി കയ്യിലുണ്ട്. പക്ഷേ ഈ ഭഗവാന്റെ ഭൂമി, ദേവസ്വത്തിൻ്റെ ഭൂമി എന്തുകൊണ്ട് തിരിച്ചു പിടിക്കുന്നില്ല? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഇതുതന്നെയാണ്. എന്തുകൊണ്ട് ഇവർ ദേവസ്വം ബോർഡ് ഇത് തിരിച്ചു പിടിക്കുന്നില്ല? ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യം? അതായത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചോളം ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു എയർപോർട്ട് നിർമ്മിക്കുക എന്നുള്ള, ഒരു ശബരിമല വിമാനത്താവളം നിർമ്മിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വാർത്ത നമ്മൾ പുറത്തുവിടുക കൂടി ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ഭക്തജനങ്ങളിൽ വലിയ സംശയങ്ങളും ദുരൂഹതകളും വളരെ കാലമായിട്ട് നിലനിൽക്കുന്നൊരു വിഷയമാണ്. ഇപ്പോഴത്തെ ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട്, അയ്യപ്പ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരുന്നത് അവിടുത്തെ ഹരിവരാസനം ആലേഖനം ചെയ്ത സ്വർണ്ണ തകിട് പോലും, വലിയ ഭക്തജന കൂട്ടായ്മ സമർപ്പിച്ച തകിട് പോലും അവിടെ കാണാനില്ല. അതേപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ, കാര്യം ശബരിമല നട തുറന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശബരിമല അടഞ്ഞു കിടക്കുന്ന ദിവസങ്ങളാണുള്ളത്. ഭഗവാൻ യോഗ ആ ഭാവത്തിലാണ് ആ സമയത്ത് കൂടിയുള്ളത്. ആ സമയത്ത് ഭഗവാനോട് ചേർന്നിരിക്കുന്ന ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തുവാണ് യോഗദണ്ഡ്. ആ യോഗദണ്ഡ് പോലും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സംവിധാനമല്ലേ. അപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണ്. ദേവസ്വത്തിൻ്റെ മുഴുവൻ ഭൂമികളും അന്യാധീനപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് പറയുന്നത് അതിൻ്റെ പരിപാലനക്കാരായിട്ടുള്ള ദേവസ്വം ബോർഡ് തന്നെയാണ്. നമുക്കറിയാം, ശബരിമലയും എരുമേലിയും എല്ലാം വികസന ആവശ്യങ്ങൾക്ക് ഭൂമിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് തൊട്ടു ചേർന്ന് ഇതേപോലെയുള്ള 2000-ൽ പരം ഏക്കർ ഭൂമി സൗകര്യപ്രദമായിട്ട് കിടക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥത തെളിയിക്കാനോ അത് ദേവസ്വത്തിൻ്റെ പാട്ടക്കാലാവധി കഴിഞ്ഞ സമയത്ത് അത് തിരിച്ചെടുക്കുന്നതിനോ യാതൊരുവിധ നീക്കങ്ങളുമില്ല. ബഹുമാനപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത്
അദ്ദേഹം നേരിട്ട് ഈ എസ്റ്റേറ്റിൽ ഈ ഭൂമി വന്ന് വിസിറ്റ് ചെയ്തതാണ്. ഇവിടെ വിസിറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അംഗമായിരുന്ന അജയ് തറയിൽ അവർക്കെല്ലാം നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ എരുമേലിലെ ഭക്തജനങ്ങൾ സംസാരിച്ചിട്ടുള്ള. അപ്പോൾ ആ കാലത്ത് നമുക്കറിയാം ശബരിമലയിലെ എരുമേലിയിൽ നിന്ന് വരുന്ന അട്ടിവളമടക്കം ധാരാളം മരണങ്ങൾ, അപകടങ്ങൾ സംഭവിച്ചു. അങ്ങനെ ശബരിമല, പമ്പ, നിലയ്ക്കൽ ഇവിടെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ കിലോമീറ്ററുകൾ അപ്പുറം, ഏതാണ്ട് 80 കിലോമീറ്റർ അപ്പുറമുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമാണ് ആശ്രയം. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ ആരോഗ്യത്തിന്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അജയ് തറയിലും അതേപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിട്ടുള്ള ബോർഡിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മെഡിക്കൽ കോളേജ് അയ്യപ്പന്മാർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 100 ഏക്കർ സ്ഥലം ദേവസ്വം ബോർഡിനോട് പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ബോർഡ് വിട്ട് തിരിച്ചു തരണം. ഞങ്ങളുടെ പാട്ടമായിട്ട് ഞങ്ങൾ നൽകിയ ഈ ദേവസ്വം ഭൂമി തിരിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ബോർഡിനും ഇതറിയാം, ഇത് ഭൂമി ദേവസ്വം ഉടമസ്ഥതയാണെന്നറിയാം. പക്ഷേ ഇത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ശ്രമവും നടത്തുന്നില്ല. തീർച്ചയായും എന്തായാലും ഈ ഒരു വലിയ വാർത്ത എന്തായാലും വരും മണിക്കൂറുകളിലും വിശദമായ ഒരു ചർച്ചയിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അത്ര വലിയ ഒരു തട്ടിപ്പ്, അത്ര വലിയ ഒരു കൊള്ള ശബരിമലയിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ദേവസ്വം ബോർഡ് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം 2203 ഏക്കർ ഭൂമി ഇവിടെ അന്യാധീനപ്പെട്ടു പോയിട്ടും എന്തുകൊണ്ട് ഇതുവരെയും ദേവസ്വം ബോർഡ് ഒരു അനങ്ങുന്നില്ല? എത്ര കോടികളുടെ മൂല്യമാണ് ഇവിടെ നഷ്ടമായി പോകുന്നത്? ദേവസ്വം ബോർഡ് സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുമ്പോഴും ഇത്ര കണ്ണായുള്ള പ്രദേശം, ഇത്ര എരുമേലിയോടും അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയോടും റാന്നിയോടും ഒക്കെ തന്നെ അടുത്തു കിടക്കുന്ന ശബരിമലയുടെ വികസനത്തിന് തന്നെ വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്ന ഈ ഭൂമി എന്തുകൊണ്ട് തിരിച്ചു പിടിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഈ മണിക്കൂറിൽ നമ്മൾ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ വിശദമായ ഒരു ചർച്ചയിലേക്ക് തന്നെ ഈ വാർത്തയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അത്ര വലിയ കൊള്ളയാണ് ദേവസ്വം ഭൂമിയിൽ നടക്കുന്നത്. അത് തുറന്നു കാട്ടുക തന്നെയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ എല്ലാം തന്നെ ചെയ്യുന്നത്. എന്തായാലും 25,000 ഏക്കർ ഭൂമി 3 ദേവസ്വങ്ങളുടേതായി പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ട രേഖയിൽ വെറും 400 ഏക്കർ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭൂമി പോയതെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇവിടെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിനെ കുറിച്ച് അവർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവരുടെ പക്കലുണ്ടായിട്ട് കൃത്യമായ രേഖകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ശരി, എന്നാലും എരുമേലി എയർപോർട്ടിനായി സർക്കാർ വിഭാവനം ചെയ്ത ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുണ്ടായിരുന്നത്. 2203 ഏക്കർ ഭൂമിയും പുരാതന രേഖകളിൽ ചെറുവള്ളിക്കാവ്, ചേനപ്പാടി ദേവസ്വങ്ങളുടെ ഭൂമി എന്നാണ് ചെറുവള്ളി എസ്റ്റേറ്റിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ സെറ്റിൽമെന്റ് രജിസ്റ്ററിലും ഈ ദേവസ്വം ഭൂമിയെ ശ്രീ പണ്ടാരവക എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രേഖകൾ കയ്യിലുണ്ടായിട്ട് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല.